ഹായ്, വഹിസ്റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലെത്തിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയുമായാണ്. ഇത് നിങ്ങളുടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വീറ്റാണ്. വളരെ ഈസിയായി വീട്ടിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് നമുക്ക് വേണ്ടത് 300 ഗ്രാം സേമിയ, 50 ഗ്രാം ബട്ടർ, 50 ഗ്രാം കാഷ്യൂ, 1 ടേബിൾ സ്പൂൺ ഗീ, ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്. ഓക്കെ, വളരെ തിന്നായിട്ടുള്ള സേമിയ വേണം ഇതിന് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെക്കാം. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കാഷ്യൂ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടർ ഓയിൽ ഒന്നും ഒഴിക്കണ്ട, ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കളർ ചേഞ്ചായി വരും. ഇതിപ്പോൾ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ചൂട് ആറാനായിട്ട്. ഇനി അതേ സെയിം ഫ്രൈ പാനിൽ തന്നെ പൊടിച്ചു വെച്ച സേമിയ, കൈകൊണ്ട് പൊടിച്ചു വെച്ചതാണിത്, അതുകൂടി ആഡ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയമാണ് എങ്കിലും ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. ഇപ്പം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തന്നെ റോസ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 50 ഗ്രാം ബട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മെൽട്ടായി എല്ലാ ഭാഗത്തും മിക്സ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി സോൾട്ടുള്ള ബട്ടറാണ്. നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ മെൽട്ടായി എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം കുറവുണ്ട്. ഇനി ബാക്കി മിൽക്ക് മെയ്ഡ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും മിക്സായി വരണം. ബാക്കി മിൽക്ക് മെയ്ഡ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ ഫ്രൈ പാനിൽ നിന്ന് വിട്ട് വരണം. ഇതാ ഏകദേശം ഫ്രൈ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാ സ്ഥലത്തും എത്തുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കാഷ്യൂ, റോസ്റ്റ് ചെയ്ത കാഷ്യൂ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ആ പൊടിച്ച കാഷ്യൂ പൗഡറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതും കൂടെ എല്ലാ സ്ഥലത്തും ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സേമിയ ബർഫിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടോട് തന്നെ നമുക്കിത് ഐസ് ട്രേയിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങളടുത്ത് ഇതില്ല എങ്കിൽ ചെറിയ ബോട്ടിലിൻ്റെ അടപ്പുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഐസ് ട്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ബർഫി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ